ഹലോ, ഡെയിലി ബ്ലോഗിലോട്ട് സ്വാഗതം. രാവിലെ ഉറക്കം എണീറ്റ് ഒരു 11-12 മണിക്ക് എണീറ്റ്. നമുക്ക് 1 മണിക്കാണ് ഡ്യൂട്ടിക്ക് പോകേണ്ട സമയം. അപ്പോൾ രാവിലെ കുളിച്ച് ഫ്രഷായി എല്ലാം നമ്മൾ ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് കറക്റ്റ് പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങി. മെയിനായിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഈ വലത് സൈഡ് സിഗ്നൽ ക്രോസ് ചെയ്ത് ഇടത് സൈഡോട്ട് പോകണം. ഇടത് സൈഡ് നേരെ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ബസ് സ്റ്റോപ്പിൻ്റെ ഒരു ഗ്യാപ്പുണ്ട്. ബസ് സ്റ്റോപ്പിൻ്റെ ഗ്യാപ്പിന് കുറച്ച് നടക്കാണ്ട് കേട്ടോ, ഒരു 5 മിനിറ്റ് നടക്കണം. മെയിനായിട്ട് ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സിഗ്നലിന് കാത്തു നിൽക്കുന്നതാണ് ഏറ്റവും വലിയ ചടപ്പുള്ള പരിപാടി. എന്ന് പറഞ്ഞാൽ അത്രയും ചൂടാണ്, ശക്തമായ ചൂടല്ലേ. ആ ചൂടിൽ ആ സിഗ്നൽ ഇങ്ങനെ കാത്ത് നിൽക്കണം, അതാണ് ഏറ്റവും വലിയ പണിയുള്ള പരിപാടി. അത് കഴിഞ്ഞ് നേരെ സിഗ്നൽ ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഇടത് സൈഡ്, ഇടതല്ല വലത് സൈഡാണ് പള്ളിയുള്ളത്, ആ പള്ളിയിലോട്ട് നേരെ വെച്ച് വിട്ട് കേട്ടോ. പക്ഷേ ഉണ്ടല്ലേ, ഈ സൈഡിൽ ഉണ്ടല്ലേ ഫുള്ള് നട്ട് പിടിപ്പിച്ച് നമ്മളെ നാട്ടിലുള്ള 10 മണി സമയത്ത് വിരിയുന്നൊരു പൂവുണ്ട് കേട്ടോ. അതാണ് അത്രയും പ്രാധാന്യം കൊടുത്താണ് അവർ റോഡ് സൈഡിലൊക്കെ ചെടിയെല്ലാം വെച്ച് പിടിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഈ ബസ് സ്റ്റോപ്പിൻ്റെ ഗ്യാപ്പിനാണ് കുറച്ച് തണലുള്ളത്, നേരെ വെച്ച് വിട്ട് നടക്കുകയാണ് കേട്ടോ പള്ളിയിലോട്ട്. തണൽ നോക്കിയല്ലേ നടക്കാൻ പറ്റുള്ളൂ, അത്രയും വെയിൽ, ഭയങ്കരമായ വെയിൽ. ഇതാണ് കണ്ണെത്താൻ ദൂരത്താണ് പള്ളി. പക്ഷേ നമ്മൾ നടക്കുന്ന സൈഡ് ഒരു തണലുമില്ല കേട്ടോ, ഭയങ്കര വെയിൽ എന്ന് പറഞ്ഞാൽ ശക്തമായ വെയിൽ. അപ്പം പള്ളിയുടെ അകത്ത് കയറി ഇരിക്കാൻ വേണ്ടിയുള്ള പരിപാടിക്കാണ് നേരത്തെ ഇറങ്ങിയത്. പക്ഷെ കറക്റ്റ് സമയത്ത് എത്തി കേട്ടോ. 12:35 ആയപ്പോൾ ഞാൻ പള്ളിയിലെ അകത്ത് കയറി. അകത്ത് കയറുന്നതിന് മുന്നേ ഒളു എടുക്കണ്ടേ. ഒളു എടുക്കാൻ പോയപ്പം പൈപ്പിലെ ചൂട് വെള്ളം എന്ന് പറഞ്ഞാൽ തിളച്ച് മറിയുന്ന വെള്ളം, ഒന്ന് മുഖം കഴുകാൻ പോലും പറ്റില്ല, അത്രയും ചൂട്. എങ്ങനെയെങ്കിലൊക്കെ ഒളു എടുത്ത് എല്ലാം കഴിഞ്ഞ് പതുക്കെ പള്ളിയുടെ അകത്ത് സീറ്റ് കിട്ടി കേട്ടോ. അതാണ് ഏറ്റവും വലിയ ആശ്വാസം. പള്ളിയിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അകത്ത് സ്ഥലം കിട്ടുന്ന, അല്ലെങ്കിൽ